എടാ ചോപ്പേ, വീട്ടില് വല്ലതും ഇരുന്നാ മതിയായിരുന്നു. അവിടെ ഇരുന്നായിരുന്നു നമുക്ക് വീഡിയോ ഗെയിം എങ്കിലും കളിക്കായിരുന്നു. ഈ ബീച്ചിൽ വന്നിട്ട് എന്ത് കാണിക്കാനടാ? എടാ ശരിക്കും പറയാ, നമ്മള് ബീച്ചിൽ വന്ന് എന്തിനാടാ ചോപ്പേ? ബഹു ബഹു എടാ ഹിഞ്ചാനെ, ഫ്രാങ്ക്ലിമായി പറഞ്ഞിട്ടല്ലേ നമ്മള് ബീച്ചിൽ വന്നത്. നമ്മളെ നീന്തലെല്ലാം പഠിപ്പിക്കാന്ന് പറഞ്ഞോണ്ട്. എന്നിട്ട് ഫ്രാങ്ക്ലിൻ ബായ് എവിടെ പോയടാ? എടാ ഹിഞ്ചാനെ കണ്ടില്ലേ, ഫ്രാങ്ക്ലിമായി അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാ, നമ്മുടെ കയ്യിൽ ഈ ട്യൂബും തന്നിട്ടിട്ട്. ഓ എന്താ രസം, എന്താ ഭംഗി. ഇതേപോലെ എല്ലാ ദിവസവും കിടക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്താ അടിപൊളിയാനെ. പണിക്കും പോണ്ട് ബീച്ചിൽ വന്ന് ഇങ്ങനെ കിടക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്താ അടിപൊളിയാനല്ലേ. പണ്ടൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ബീച്ചിൽ വന്ന് ഇരിക്കുമായിരുന്നു ഇതേപോലെ. പക്ഷേ ഇപ്പൊ ആരുമില്ല, ഞാൻ ഒറ്റക്കായി. കുഴപ്പമില്ല, കുറച്ച് നോസ്റ്റാൾജിയെല്ലാം അടിച്ച് നമുക്ക് ഇങ്ങനെ തന്നെ കിടക്കാം. എടാ ചോപ്പേ, ഇങ്ങനെ വിട്ടാ പറ്റൂല. നീന്തല് പഠിക്കാൻ വന്നാണെന്നുണ്ടെങ്കിൽ നീന്തല് പഠിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഫ്രാങ്ക്ലിൻ ബായ്, എന്താ ഫ്രാങ്ക്ലിൻ ബായ് ഇവിടെ ചെയ്യുന്നേ? ഞങ്ങളെ നീന്തല് പഠിപ്പിക്കാൻ കൊണ്ടുവന്നല്ലേ, എന്നിട്ട് ഫ്രാങ്ക്ലിൻ ബായ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ? എണീക്ക് ഫ്രാങ്ക്ലിൻ ബായ്, എണീക്ക്. ഉറങ്ങിയത് മതി. ഞങ്ങളെ നീന്തലെല്ലാം പഠിപ്പിക്കും ഫ്രാങ്ക്ലിൻ ബായ്. കുറെ നാളായി ഞങ്ങൾ ഈ ട്യൂബും വെച്ചോണ്ടിരിക്കണേ. ഇനി ഞങ്ങക്ക് വയ്യ ട്യൂബ് വെച്ച് നീന്താനായിട്ട്. മര്യാദക്ക് നീന്തല് പഠിപ്പിച്ചതാ ഫ്രാങ്ക്ലിൻ ബായ്. ഓ എന്തൊരു ശല്യമാണത്. എടാ ഇഞ്ചാനേ, ഞാനൊന്ന് മര്യാദ കിടന്ന് ഉറങ്ങിക്കോളട്ടാ. ഈ കാറ്റ് ആസ്വദിച്ചൊന്ന് കിടക്കാന്ന് വിചാരിച്ചപ്പോ നീ സമ്മതിക്കില്ലല്ലേ? ഫ്രാങ്ക്ലിൻ ബായ്, ഇങ്ങനെ കിടക്കാനാണെന്നുണ്ടെങ്കിൽ ഫ്രാങ്ക്ലിൻ ബായ്ക്ക് വീട്ടിലിരുന്നാ പോരെ, അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ ബായ്ക്ക് ഒറ്റക്ക് വന്നാ പോരെ. ഞങ്ങൾ എന്തിനാ വിളിച്ചത്? ഞങ്ങളെ വിളിച്ചോണ്ട് വന്നിട്ട് ഫ്രാങ്ക്ലിൻ ബായ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ? മര്യാദക്ക് എണീറ്റിട്ട് ഞങ്ങളെ നീന്തൽ പഠിപ്പിക്കാൻ നോക്ക്. എടാ പോടാ ഇഞ്ചാനേ, ആകെ ഒരു ദിവസം കിട്ടണതാ. ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നോട്ടെ. നീയൊക്കെ വീട്ടിൽ കുറെ നേരമായില്ലേ വീഡിയോ ഗെയിം കളിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ. അതുകൊണ്ടാണ് കുറച്ചേരം മേലാണെങ്കിൽ പണിയെടുക്കാൻ നിങ്ങൾ കൊണ്ടുവന്നതാ. നിങ്ങളെന്തായാലും കുറച്ചേരം അങ്ങോട്ടൊക്കെ പോയിട്ട് വാ, ഞാൻ പിന്നെ വരാം. എടാ ചോപ്പേ, ഇനി ഒരേ ഒരു വഴിയുള്ളൂ. ഫ്രാങ്ക്ലിൻ ബായ് എന്ത് പറഞ്ഞാലും ഇവിടുന്ന് എണീക്കാൻ പോണില്ല. ഇനി നമുക്ക് ഒരേ ഒരു വഴിയുള്ളൂടാ ചോപ്പേ. ബഹു ബഹു എടാ ഷിൻചാനെ, നീ എന്ത് ചെയ്യാൻ പോയടാ ഫ്രാങ്ക്ലിൻ ബായിനെ? നീ കണ്ടോ, ഇനിയാണ് ശരിക്കുള്ള കളി സ്റ്റാർട്ട് ചെയ്യുന്നേ. ഇതെന്താടാ, എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ലല്ലോടാ. ഇവിടുന്ന് എണീക്കാൻ വിചാരിച്ചപ്പോ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. എടാ ഷിൻചാനെ, ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ഇതെന്താടത്? ഞാൻ കിടക്കുന്ന സ്ഥലത്ത് വലിയ മണ്ണെല്ലാം. ഇതെന്താടാ, എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല. എന്നെമാരും മണല് മൂടിയിട്ട് കളഞ്ഞല്ല. എങ്ങനെയുണ്ട് ഫ്രാങ്ക്ലിൻ ബായ്? ഞങ്ങളിവിടെ കളിച്ചാ ഇങ്ങനെ ഇരിക്കും. ബഹു ബഹു എടാ ഷിൻചാനെ, എന്നാലും ഇത് ഇച്ചിരി ക്രൂരതായി പോയി. എന്ത് ക്രൂരത? നമ്മളെ ഇത്രയും നേരം ഇവിടെ പോസ്റ്റ് അടിപ്പിച്ചില്ലേ. ഇനി ഫ്രാങ്ക്ലിൻ ബായ് കുറച്ചു നേരം മണലിന്റെ അടിയിൽ കിടക്കട്ടെ. കുറച്ചു കഴിയുമ്പോ നമുക്ക് അതിന്റെ അടിയിൽ നിന്ന് എടുക്കാം. ബഹു ബഹു എടാ ഷിൻചാനെ, എന്നാലും കാണാൻ നല്ല രസമുണ്ട്. ഫ്രാങ്ക്ലിൻ ബായ് കിടക്കണ കിടപ്പുണ്ടില്ലേ? എടാ വൃത്തിയേട്ടന്മാരെ, എന്നെ ഇവിടുന്ന് ഇറക്കി വിടറാ. എടാ ഇത്രയും വലിയ മണലല്ല എന്റെ മേത്തേക്ക് ഇട്ടല്ലേ. എടാ ഒരു നിമിഷം ഞാനൊന്ന് കണ്ണടച്ച് ഉറങ്ങിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. ഇവന്മാരുതേ നല്ല അടാറ് പണി എനിക്ക് തന്നിരിക്കുന്നേ. ഗൈസ്, ഇനി എങ്ങനെ ഞാൻ ഇതിന്റെ അകത്ത് പുറത്തേക്ക് ഇറങ്ങും? എടാ ചോപ്പേ, നീ കണ്ണുറന്ന് കണ്ടോ, വേറൊരു ഐറ്റം കൂടി ഉണ്ട്. എടാ ഹിഞ്ചാനെ, എന്നെ ഇവിടെ നിന്നൊന്ന് തുറന്ന് വിടറാ ഹിഞ്ചാനെ. ഈ മണലൊക്കെ ഒന്ന് മാറ്റിത്താ. ഒരു മിനിറ്റ്, ഇതെന്താടാ ഈ പട്ടിക്കുഞ്ഞ് എന്നെ തന്നെ നോക്കുന്നേ? എടാ ഇതിനെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. എടാ ഞാൻ ഈ മണലില് പെട്ട് കിടക്കാ. എടാ ഹിഞ്ചാനെ രക്ഷിക്കടാ. എടാ ഇത് കുട്ടികളെയല്ല. എടാ ഹിഞ്ചാനെ രക്ഷിക്കടാ എന്നെ ഇവിടുന്ന്. ഫ്രാങ്ക്ലിൻ ബായ് പേടിക്കണ്ട, ആ പട്ടിക്കുഞ്ഞ് ഒന്നും ചെയ്യാൻ പോണില്ല. ഫ്രാങ്ക്ലിൻ ബായ് ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി. ബഹു ബഹു എടാ ഷിൻചാനെ, ആ പട്ടിക്കുഞ്ഞ് എന്താ ചെയ്യാൻ പോണത്? എടാ ചോപ്പേ, നീ നിന്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടോ? ഷോ എന്റെ അടുത്തേക്ക് വരല്ലേ. പട്ടിക്കുഞ്ഞെ, എന്റെ അടുത്തേക്ക് വന്ന എന്റെ സ്വഭാവം മാറും. എടാ നോക്കടാ, ഫ്രാങ്ക്ലിൻ ബായ് ഇവിടെ ഒച്ച വെക്കുന്നത് നോക്ക്. എടാ ഈ പട്ടീനൊന്ന് പിടിച്ചു മാറ്റാ. ഇതെന്തിനാടാ എന്റെ അടുത്തേക്ക് വരുന്നേ? അയ്യോ എടാ എന്റെ ദേഹത്തേക്ക് കയറുന്നു. അയ്യോ എടാ എനിക്ക് പേടിയാവുന്നടാ. എടാ ഹിഞ്ചാനെ ഇതിനൊന്ന് എടുത്ത് മാറ്റ്. ഇതെന്തിനാടാ എന്റെ അടുത്തേക്ക് വരുന്നേ? എടാ ഹിഞ്ചാനെ ഇതിനൊന്ന് പിടിച്ചു മാറ്റടാ. എന്തോ പന്തികേട് തോന്നുന്നു. അയ്യേ ഈ എടാ ഹിഞ്ചാനെ, ഇതെന്താ കാണിക്കുന്നതെന്ന് നോക്കി. അയ്യേ എന്റെ മുഖത്തേക്ക് മൂത്രം ഒഴിച്ചടാ ഹിഞ്ചാനെ. എനിക്കിനി ജീവിക്കട്ടാ, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എടാ ഹിഞ്ചാനെ, ഇതിനെല്ലാം കാരണം നീയാ. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. അയ്യോ ഗൈസ് ഓടിക്കോ, ഫ്രാങ്ക്ലിൻ ബായിനെ തല്ലാൻ വരുന്നേ. ഫ്രാങ്ക്ലിൻ ബായ്, ഞാൻ ചുമ്മാ തമാശക്ക് ചെയ്താ, എന്നൊന്നും ചെയ്യല്ലേ ഫ്രാങ്ക്ലിൻ ബായ്. അയ്യോ ഗൈസ്, നിങ്ങളായാലും കണ്ട ഫ്രാങ്ക്ലിൻ ബായുടെ മുഖത്തേക്കാ പട്ടി മൂത്രം ഒഴിച്ച്. ഗൈസ്, ഇനിയിപ്പൊ ഫ്രാങ്ക്ലിൻ ബായ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ ഫ്രാങ്ക്ലിൻ ബായ് ഇപ്പൊ എന്നെ പുറകെ വരുന്നുണ്ട് തല്ലാനായിട്ട്. ഞാൻ എന്ത് ചെയ്യും ഗൈസ്? അയ്യോ എന്നെ രക്ഷിക്കണേ, നാട്ടുകാരെ രക്ഷിക്കണേ, ഫ്രാങ്ക്ലിൻ ബായിനെ പഞ്ഞിക്കിടാൻ വരുന്നേ. നിക്കളാ ഹിഞ്ചാനോടാ, നിന്നെ ഞാൻ കാണിച്ചരാ. നിന്റെ പണിയാണല്ലോ ഇത്. എടാ ഷിൻചാനെ, നിന്നോട് ഞാൻ എന്ത് ചെയ്തടാ? നിന്റെ അടുത്ത് പോയി കളിക്കാനല്ലേ പറഞ്ഞത്. കുറച്ചേരം ഞാൻ ബീച്ചിൽ റെസ്റ്റ് എടുത്തവേക്കും എനിക്ക് കിട്ടാനെ പണിയാന്നല്ലേ. നിക്കടാ ഹിഞ്ചാനോടാ, നിന്നെ ഞാൻ കാണിച്ചരാ. നീ ഇവിടെ നിൽക്കായിരുന്നാ? എടാ ഹിഞ്ചാനെ, നിന്നെ ഞാനിന്ന്. ഇതെന്താടാ ഷിൻചാനെ, പെട്ടെന്ന് രാത്രിയല്ല? ഫ്രാങ്ക്ലിൻ ബായ് ശരിയാണല്ലോ ഫ്രാങ്ക്ലിൻ ബായ്. എടാ ഇത്ര നേരം പകലല്ലായിരുന്നാ? ഒറ്റയടിക്ക് ക്ലൈമറ്റും എല്ലാം മാറിയല്ലോ.
എടാ ഹിഞ്ചാനെ നീ ആകാശത്തേക്കൊന്ന് നോക്കി. ഇതെന്താടാ ഇത്? അയ്യോ എന്ത് ഭംഗിയാടാ നമ്മുടെ ലോസ് ആൻഡസ് സിറ്റിയിൽ ആകാശമെല്ലാം കാണാൻ. ഫ്രാങ്ക്ലിൻ ബൈ ശരിയാണല്ലോ ഫ്രാങ്ക്ലിൻ ബൈ. അയ്യോ ഇത്രയും അടിപൊളിയായിട്ട് ഞാൻ ആകാശം ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അതെടാ ഹിഞ്ചാനെ ഞാനും. ഫ്രാങ്ക്ലിൻ ബൈ ഒരു മിനിറ്റ് ഒന്ന് പുറകോട്ട് നോക്കി. പുറകോട്ടാ? പുറകിലെന്താടാ ഹിഞ്ചാനെ? എടാ ഇതെന്ത് രൂപടാ? ഇടാ ഹിഞ്ചാനെ നീ ഇത് കണ്ടാ? ഫ്രാങ്ക്ലിൻ ബൈ ഞാനല്ലേ ഫ്രാങ്ക്ലിൻ ബൈനെ കാണിച്ചെന്നേ. ആ ഇടാ ഹിഞ്ചാനെ ഇതെന്തോടത്? കണ്ടിട്ട് ഭൂമിനെ പോലെല്ലാം തോന്നണ്. ഫ്രാങ്ക്ലിൻ ബൈ പക്ഷെ ഭൂമിക്ക് കണ്ണും മൂക്കും വായെല്ലാം മുളച്ച പോലെ. എടാ ഹിഞ്ചാനെ ശരിയാണല്ലോ, അതിനെ കണ്ടാ തന്നെ അറിയാ എന്തോ പേടിപ്പെടുത്തുന്ന രൂപോ നമ്മളെ നോക്കി എന്തോ ദേഷ്യപ്പെടുന്ന പോലെല്ലാം എനിക്ക് തോന്നണ്. ഫ്രാങ്ക്ലിൻ ബൈ അത് ഭൂമിയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നിക്കുന്നത് ഭൂമിയിലല്ലേ? ശരിയാടാ ഹിഞ്ചാനെ നമ്മള് നിൽക്കുന്നത് ഭൂമിയാണല്ലോ. അപ്പൊ ഇത് ഏത് ഭൂമിയാടാ? രണ്ട് ഭൂമിയാ? നിങ്ങ വിചാരിക്കുന്ന പോലെ തന്നെ ഞാനും ഒരു ഭൂമിയാണ്. നിങ്ങളുടെ ഭൂമി പോലെ തന്നെ അതേ സാമ്യമുള്ള ഒരു ഭൂമിയാണ് ഞാനും. നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ പോകുന്ന എല്ലായിടത്തും ഞാൻ നിങ്ങളെ പിന്തുടരും. ഫ്രാങ്ക്ലിൻ ബൈ നോക്ക് ഫ്രാങ്ക്ലിൻ ബൈ ഭൂമി സംസാരിക്കണ്. എടാ ഹിഞ്ചാനെ അത് പറയണ കേട്ടിട്ട് നമ്മുടെ ഭൂമിനെ പോലെ സാമ്യമുള്ള അതേ ഭൂമി തന്നെയാണെന്ന് തോന്നണേ. പക്ഷേ ഇതിന് കണ്ണും മൂക്കും വായുണ്ട്, നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നു. എടാ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അത് മാത്രല്ല അതെന്തോ പറഞ്ഞായിരുന്നല്ലോ, നമ്മ പോകുന്ന എല്ലാ സ്ഥലത്തും നമ്മളെ ഫോളോ ചെയ്ത് വരുമെന്ന്. ഫ്രാങ്ക്ലിൻ ബൈ നമ്മളെ ഫോളോ ചെയ്ത് വരാനായിട്ട് ഇവനായിട്ട് പോലീസാ. എടാ ഹിഞ്ചാനെ നീ ചുമ്മാതിരിക്കി, ആ ഭൂമി ചിലപ്പോ നമ്മ പറയണത് കേക്കും. ഞാൻ പോലീസല്ല, അതിനും ഭയാനകരമാണ് ഞാനാണ് ഭൂമി. എനിക്കറിയാം നിങ്ങളിപ്പോ നിൽക്കുന്ന ഭൂമിയെ നിങ്ങൾ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഫ്രാങ്ക്ലിൻ ബൈ ഇപ്പൊ എനിക്ക് കണ്ടിട്ട് കോമഡി പീസ് പോലെ തോന്നണ്. ഇതിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് ചിരിയാവുന്നു. നമ്മളെ ഫോളോ ചെയ്ത് വരും പോലും. ഇതിനെന്താ നമ്മളെ അഡ്രസ് അറിയോ നമ്മളെ ഫോളോ ചെയ്ത് വരാനായിട്ട്? എടാ ഹിഞ്ചാനെ നിന്റെ അടുത്തല്ലേ ഞാൻ കുറച്ചേരം മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ. എടാ ഇതിനെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എന്നിട്ട് നിനക്ക് പേടിയാവുന്നില്ലടാ ഹിഞ്ചാനെ? ഫ്രാങ്ക്ലിൻ ബൈ ഇതിനെ കണ്ടിട്ട് എന്തിനാ ഞാൻ പേടിക്കണേ? ഫോളോ ചെയ്ത് വരണമെങ്കിൽ വരട്ടെ. ഞാൻ വേണമെങ്കിൽ അഡ്രസ്സും കൂടി പറഞ്ഞു കൊടുക്കാം. വൈൻവുഡ് ഹിൽസ്. അവിടെ വന്നിട്ട് ഫ്രാങ്ക്ലിൻ ബൈയുടെ വീടെന്ന് ചോദിച്ചാൽ മതി, എല്ലാരും കാണിച്ചു തരും. അത്രേ ഉള്ളൂ. എടാ ഹിഞ്ചാനെ നീ എന്തിനാണ് ഇപ്പൊ അഡ്രസ് എല്ലാം പറയാൻ പോയത്? ഒന്ന് പോ ഫ്രാങ്ക്ലിൻ ബൈ. ഫ്രാങ്ക്ലിൻ ബൈക്ക് തോന്നുന്നുണ്ടാ ഇത് നമ്മളെ ഫോളോ ചെയ്ത് വരുമെന്ന്? ഇത് ചുമ്മാ നമ്മളെ പറ്റിക്കാൻ നോക്കണതല്ലേ? എന്നെ കളിയാക്കുവാണല്ലേ? അപ്പോ നിങ്ങള് ഇതുവരെ പഠിച്ചില്ല. നിങ്ങൾക്കുള്ളത് ഞാൻ തരാം. എടാ ഹിഞ്ചാനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലൈമറ്റ് പഴയ പോലെ തന്നെ ആയല്ല. ഫ്രാങ്ക്ലിൻ ബൈ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഫ്രാങ്ക്ലിൻ ബൈ ഇതൊക്കെ വെറും തട്ടിപ്പാണ്, നമ്മളെ പറ്റിക്കാൻ നോക്കാനായിട്ട്. എടാ ഹിഞ്ചാനെ എന്നാലും നീ എന്തിനാടാ അതിനോട് അഡ്രസ് എല്ലാം പറയാൻ പോയത്? ഫ്രാങ്ക്ലിൻ ബൈ ഒന്ന് പോ ഫ്രാങ്ക്ലിൻ ബൈ. ഫ്രാങ്ക്ലിൻ ബൈക്ക് എന്റെ അത്രയും പോലും ധൈര്യമില്ലല്ലോ. എടാ ഹിഞ്ചാനെ പെട്ടെന്ന് വണ്ടി കയറ്. എടാ പറഞ്ഞ പോലെ നമ്മുടെ ചോപ്പ് എവിടെ? ഫ്രാങ്ക്ലിൻ ബൈ ആ ഒരു രൂപത്തിനെ കണ്ടപ്പോ തന്നെ ചോപ്പ് സ്ഥലം വിട്ടുന്നാ തോന്നണേ. അപ്പൊ അവൻ വീട്ടിലേക്ക് വന്നോളും. എടാ ഹിഞ്ചാനെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാ. ഇവിടെ നിൽക്കണത് സേഫ് അല്ല. ഫ്രാങ്ക്ലിൻ ബൈ ഇങ്ങനെ പേടിച്ചങ്ങനെ ശരിയാണേ. ഒന്നില്ലാലും ഞാൻ കൂടെ ഇല്ല ഫ്രാങ്ക്ലിൻ ബൈ. മിണ്ടാണ്ടിരുന്നോളാം ഹിഞ്ചാനെ. നീ കാരണമാണോ എല്ലാ പ്രശ്നം എല്ലാം എന്റെ തലയിൽ വരുന്നത്. അതൊക്കെ പോട്ടെ, നീ എന്തിനാണ് എന്നെ മണലിന്റെ അടിയിൽ കുഴിച്ചിട്ടത്? അയ്യോ ഫ്രാങ്ക്ലിൻ ബൈ അത് ഇതുവരെ വിട്ടില്ലേ? ഇല്ലടാ ഹിഞ്ചാനെ അതിനുള്ള നിനക്ക് എന്തായാലും ഞാൻ തരാം. ഫ്രാങ്ക്ലിൻ ബൈ ഞാനത് ചുമ്മാ തമാശക്ക് ചെയ്താ. നിന്റെ തമാശ ആ പട്ടി എന്താ കാണിച്ചു വെച്ചത് നീ കണ്ടില്ലായിരുന്ന? ഫ്രാങ്ക്ലിൻ ബൈ സോറി ഫ്രാങ്ക്ലിൻ ബൈ. എന്നാലും ആ പട്ടി ഫ്രാങ്ക്ലിൻ ബൈ കുറച്ചാണ് നീങ്ങിരുന്നോട്ടാ. എന്റെ അടുത്ത് ഇരിക്കണ്ട, ഭയങ്കര സ്മെല്ല്. എടാ ഹിഞ്ചാനെ നിനക്ക് സ്മെല്ലല്ലേ? എല്ലാം നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ. ഓക്കെടാ ഹിഞ്ചാനെ അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്ത് എത്താറായിട്ടോ. അയ്യോ വീട്ടിൽ ചെന്നിട്ട് വേണം ഒന്നും മര്യാദക്ക് കുളിക്കാനായിട്ട്. ഫ്രാങ്ക്ലിൻ ബൈയുടെ കാര്യം പറഞ്ഞ എനിക്ക് ചിരി നിർത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എടാ ഹിഞ്ചാനെ നിന്റെ ചിരിയെല്ലാം ഞാൻ മാറ്റിത്തരാം. അത് ഞാൻ വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ. എടാ ഹിഞ്ചാനെ വീണ്ടും രാത്രി ആയല്ലോടാ. ഫ്രാങ്ക്ലിൻ ബൈ ശരിയാണല്ലോ ഫ്രാങ്ക്ലിൻ ബൈ ഇത്ര നേരം പകലായിരുന്നല്ലോ. എടാ ഹിഞ്ചാനെ ഇതേ സെയിം അവസ്ഥ അല്ലായിരുന്നാ നമ്മള് ബീച്ചിൽ നിന്നപ്പോഴും? അതെ ഫ്രാങ്ക്ലിൻ ബൈ. എടാ പക്ഷേ ഇപ്പൊ ആ ഒരു ഭൂമിനെ കാണുന്നില്ല. ഒരു മിനിറ്റ് ഹിഞ്ചാനെ ദേ നീ ഒന്ന് നോക്കി. ഫ്രാങ്ക്ലിൻ ബൈ ശരിയാണല്ലോ
എടാ ഇഞ്ചാനെ നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ അഡ്രസ് ഒരെണ്ണം പറഞ്ഞു കൊടുക്കില്ലേന്ന്. കറക്റ്റായിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിക്കണോക്കടാ. അയ്യോ എടാ ഇഞ്ചാനെ അത് നമ്മളെ തന്നെയുള്ള നോക്കണേ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ ഫോളോ ചെയ്ത് ഞാൻ വരുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ടാ ഷിൻചാനെ, നിന്റെ വീടിന്റെ അഡ്രസ് വരെ ഞാൻ കണ്ടുപിടിച്ച് വന്നു. നിനക്ക് ഇപ്പോഴും വിശ്വാസമായില്ലേ?